ആരോമലാം ഗുണഗണങ്ങളിണങ്ങി ദോഷമോരാതുപദ്രവമൊന്നിനും ചെയ്തിടാതെ പാരം പരമാർത്ഥമിഹവാണൊരു നിൻ ചരിത്രമാരോർത്ത് ഹൃത്തടമൊഴിഞ്ഞ് കരഞ്ഞു പോക എന്ന കവിവാക്യം പോലെയാണ് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ ഹസ്ബുള്ള ബദരിയുടെ വിയോഗം തീർത്ത വേദന. നാടും പ്രസ്ഥാന ബന്ധുക്കളും പൊടുന്നനെയുള്ള ഈ വിയോഗത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ്. തിരൂർ കാരത്തൂർ മർക്കസിൽ നിന്ന് ബദരി ബിരുദം കരസ്ഥമാക്കിയ ശേഷം 2003 മുതൽ ജീവിതാന്ത്യം വരെ വലിയോറക്കുന്നുമൽ മൻഷഉൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസയിൽ അധ്യാപകനായി സേവനം ചെയ്തു വരുന്ന ബദ്രിയുടെ സേവനങ്ങൾ വിലമതിക്കാൻ കഴിയാത്തതായിരുന്നു. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടൊരു അധ്യാപകൻ, രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ടവൻ, മഹലിനും സമൂഹത്തിനും ഏറെ അത്യാകർഷകൻ, അക്ഷരവും അറിവും പകർന്ന ഒരു മാതൃകായോഗ്യനായ മുഅല്ലിം. ഇതായിരുന്നു ബദരി. അധ്യാപനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന് അവർക്കാവശ്യമായ ഉദ്ബോധനത്തിനും പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിച്ച ബദരി വിട പറയുന്നത് ഏറെ വേദനയോടെയാണ് സഹപ്രവർത്തകർ ഉൾക്കൊള്ളുന്നത്. ചെറുപ്പം മുതൽ തന്നെ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു. യൂണിറ്റ് തലങ്ങളിൽ നിന്ന് തുടങ്ങിയ പ്രവർത്തനം ഊരകം പഞ്ചായത്തിലും വേങ്ങര മണ്ഡലത്തിലും നിറഞ്ഞു നിന്നു. വിയോഗവേളയിൽ ഊരകം പഞ്ചായത്ത് SYS വർക്കിംഗ് സെക്രട്ടറി, SKJM തിരൂരങ്ങാടി റേഞ്ച് ജോയിന്റ് സെക്രട്ടറി, ഊരകം സ്വദേശി റേഞ്ച് കൺവീനർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു വരുന്നതിനിടെയാണ് ഇഹലോകവാസം വെടിയുന്നത്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ പ്രചാരണ കാലയളവിലും ബദരിയുടെ സേവനം നിസ്തുല്യമാണ്. നിരവധി പേരെ വരിക്കാരനാക്കാനും ക്യാമ്പയിൻ കാലം പ്രാസ്ഥാനിക ഉറവിടങ്ങളിൽ കർമ്മനിരതമാക്കാനും ബദരി എന്നും മുന്നിലുണ്ടായിരുന്നു. സൗമ്യനും ശാന്തനുമായി ജീവിതം നയിച്ച ബദരി നിഷ്കളങ്കതയുടെ പ്രതീകമായിരുന്നു. തന്നോട് സംസാരിക്കുന്നവരോടും ഇടപഴകുന്നവരോടുമൊക്കെ പുഞ്ചിരിയോടെ പെരുമാറി ആകർഷണീയ സ്വഭാവത്തിന്റെ ഉടമയായ ബദരിയുടെ പ്രകൃതം ഏറെ സവിശേഷത നിറഞ്ഞതുമായിരുന്നു. വിയോഗമറിഞ്ഞ ശിഷ്യഗണങ്ങളടക്കം നിരവധി പേരാണ് പ്രിയപ്പെട്ട ബദരി ഉസ്താദിനെ യാത്രയാക്കാൻ എത്തിയത്. ഉച്ചക്ക് 12 മണിയോടെ തന്റെ ആയുസിന്റെ സിംഹഭാഗവും ചിലവഴിച്ച, താൻ അക്ഷരങ്ങളും ഖുർആൻ ഓത്തുകൊണ്ടും ധന്യമാക്കിയ വലിയോറക്കുന്നുമൽ മൻഷഉൽ ഉലൂം മദ്രസയുടെ അങ്കണത്തിലേക്ക് ജനാസയെ കൊണ്ടുവന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട പിഞ്ചോമന ശിഷ്യഗണങ്ങളും നാട്ടുകാരും വിതുമ്പുന്ന കാഴ്ചയായിരുന്നു. SKSSF സംസ്ഥാന ഉപാധ്യക്ഷൻ സെയ്ദ് ഫക്രുദ്ദീൻ തങ്ങളുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്കും ജനാസ നമസ്കാരത്തിനും ശേഷം തന്റെ സ്വദേശമായ പുത്തൻ പീടികയിലേക്ക് ജനാസ കൊണ്ടുപോയി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഊരകം മുക്കം പുത്തൻ പള്ളി ജുമാ മസ്ജിദിൽ നമസ്കാരവും തുടർന്ന് ഖബറടക്കവും നടത്തി. കർമ്മം കൊണ്ട് മനുഷ്യ മനസ്സുകൾ കീഴടക്കിയ ബദരി ഇനി എന്നും ജ്വലിക്കുന്ന ഓർമ്മകളാണ്.